ഒരു ബ്രഹ്മാണ്ഡ സിനിമ പോലെയോ അതുക്കും മേലെയോ ആണ് തമിഴ് രാഷ്ട്രീയം. ആധുനിക തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒരു നാടകീയമായ അതിവൈകാരികമായ ഒരു സിനിമാറ്റിക് ഇമേജ് കൈവരാനുള്ള കാരണം ലളിതമാണ്. സിനിമയും രാഷ്ട്രീയവും തമിഴിന് രണ്ടല്ല, ഒന്നാണ്. അവ ഇഴപിരിക്കാനാകാത്ത വിധം ഒന്നായി ഒഴുകിയ രണ്ട് പുഴകളാണ്. അണ്ണാദുരൈയും കരുണാനിധിയും MGRും മുതൽ വിജയകാന്തും കമലഹാസനും കടന്ന് ഇപ്പോൾ മാസ് ഹീറോ വിജയ് എന്ന താരത്തിലെത്തി നിൽക്കുന്നു ആ ബന്ധം. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ടിക്കറ്റ് എടുത്ത എല്ലാ താരങ്ങളും ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ല. പക്ഷേ ആ കടന്നുവരവുകളെല്ലാം ഒരു കച്ചവട സിനിമയിലെ നായകന്റെ എൻട്രി പോലെ ത്രില്ലിംഗ് ആണ്. ആ കഥകളിലേക്ക്, വെള്ളി വെളിച്ചത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ആ ഷിഫ്റ്റിന്റെ ചരിത്രത്തിലേക്ക് സ്വാഗതം. ബ്രഹ്മാണ്ഡ തമിഴ് അരസിയൽ. சட்டம் ஒரு இருட்டறை, அதில் വക്കീലിൻ വാദം ഒരു വിളക്ക്, ஆனால் അത് ഏഴേകൾക്ക് എട്ടാതെ വിളക്ക്. മലയാളത്തിൽ പറയാം, നിയമം ഒരു ഇരുട്ടറയാണ്, അതിൽ വക്കീലിന്റെ വാദം ഒരു വിളക്കാണ്. എന്നാൽ പാവപ്പെട്ടവർക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാനാകാത്ത ഒരു വിളക്കാണത്. ഒരു സിനിമാ ഡയലോഗാണ്. 1949 പുറത്തിറങ്ങിയ വേലൈക്കാരി എന്ന ചിത്രത്തിലായിരുന്നു ഈ ഡയലോഗ്. 1949 വർഷം. കേട്ടവർ ഞെട്ടി. ബ്രിട്ടീഷ് വാഴ്ചയുടെ ആലസ്യം മാറാത്ത കാലം. കോടതിയും വക്കീലും നിയമവുമൊക്കെ എത്ര കർശനമാണെന്ന് മനുഷ്യർക്ക് അറിയാവുന്ന കാലം. ആ കാലത്താണ് ഒരു സിനിമ സാധാരണയിൽ സാധാരണക്കാരായ തമിഴ് മക്കളുടെ ഭാഷയുമായി അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. കോടതിയും കോടതി ചെലവും വക്കീൽ ഫീസുമൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അത്ര ഭീമമാണ് എന്ന രാഷ്ട്രീയ വിമർശനമാണ് ഈ ഒരൊറ്റ സിനിമാ ഡയലോഗിൽ ചേർത്തു വച്ചത്. ആദ്യം അമ്പരന്ന ജനം പിന്നെ കൈയടിച്ചു. കാരണം ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതാണ്. അവർ പലവട്ടം പറയാൻ കൊതിച്ചതാണ്. അതാണ് വേലൈക്കാരി എന്ന ചിത്രത്തിലൂടെ നായകനെ കൊണ്ട് തിരക്കഥാകൃത്ത് പറയിപ്പിച്ചത്. 1949 കോടതിയെ ശക്തമായി വിമർശിച്ച നായകനെ കൊണ്ട് അത് പറയിപ്പിച്ച തിരക്കഥാകൃത്തിന്റെ പേര് CN അണ്ണാദുരൈ. കത്തിയെ തീട്ടാതെ ഉൻ ബുദ്ധിയെ തീട്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ എങ്ങനെ നേരിടണം എന്നതിന്റെ ആഹ്വാനമാണ്. അതേ ചിത്രത്തിലെ മറ്റൊരു ഡയലോഗാണ്, കത്തിയെ തീട്ടാതെ ഉൻ ബുദ്ധിയെ തീട്ട്. കത്തിക്ക് മൂർച്ച കൂട്ടാതെ നിന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുക. അക്രമ രാഷ്ട്രീയത്തിന് ബദലായി അറിവിനെയും ചിന്താശേഷിയെയും ആയുധമാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ വരികളും സാക്ഷാൽ CN അണ്ണാദുരൈയുടേതാണ്. ആ സിനിമ അവസാനിക്കുന്നത് ഒன்றേ കുലം ഒരുവനേ ദേവൻ എന്നൊരു വാചകത്തിലാണ്. സമൂഹം ഒന്നാണ്, ദൈവവും ഒന്നേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ വാചകമായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിച്ചപ്പോൾ അവരുടെ ആപ്തവാക്യമായി ആദ്യകാലത്ത് സ്വീകരിച്ചത്. പെരിയോരുടെ അരുമ ശിഷ്യൻ, അറിഞ്ചർ, അറിവുള്ളയാൾ, പണ്ഡിതൻ എന്നർത്ഥം വരുന്ന അറിഞ്ചർ അണ്ണാദുരൈ. EV രാമസ്വാമി നായ്ക്കർ ഉയർത്തിയ ദ്രാവിഡ മുദ്രാവാക്യങ്ങൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശിഷ്യൻ കണ്ടെത്തിയ വഴിയാണ്. ആദ്യം നാടകം വേലൈക്കാരി എന്ന സൂപ്പർ ഹിറ്റ് നാടകം അതേ പേരിൽ സിനിമയാക്കിയപ്പോഴും സംഭാഷണവും തിരക്കഥയും ഒക്കെ രചിക്കാൻ നിയോഗം അണ്ണാദുരൈക്ക് തന്നെയായിരുന്നു. കാരണം ലക്ഷ്യം സിനിമയിലൂടെ രാഷ്ട്രീയമാണ് എന്നത് തന്നെ. അതൊരു തുടക്കമായിരുന്നു. അവിടെ തമിഴ്നാട്ടിൽ ദ്രാവിഡ പ്രസ്ഥാനം സിനിമയെയും നാടകത്തെയും രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള മാർഗമാക്കിയപ്പോൾ കേരളവും പിന്നിലായിരുന്നില്ല. ഇവിടെ KPSCയും തോപ്പിൽ ഭാസിയും കാമ്പിശ്ശേരിയും ജനാർദ്ദനക്കുറുപ്പുമൊക്കെ നാടകത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. കരുണാനിധിയുടെ ആദ്യ ചിത്രം 1947 രാജകുമാരി. ആ രാജാപ്പാർട്ട് ചിത്രത്തിലെ നായകൻ പറഞ്ഞ പല സംഭാഷണങ്ങളും ആ കാലത്ത് പതിയെ വേരൂന്നി തുടങ്ങിയ ദ്രാവിഡ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കൂടി സമന്വയിപ്പിച്ചതായിരുന്നു. നിർമ്മാതാക്കളോ സംവിധായകനോ പെട്ടെന്ന് മനസ്സിലാകാത്ത വിധം അത് സിനിമയിലൂടെ ജനങ്ങളിലേക്കെത്തി. ഏതാണ്ട് 10 വർഷത്തിലധികം കാലം രാജാപ്പാർട്ട് സിനിമയിൽ ഭടനായും ഭക്തിപ്പടങ്ങളിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായുമൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോന്നിരുന്ന ഒരു ചെറുപ്പക്കാരന് രാജകുമാരി എന്ന ആ സിനിമയിൽ നായക വേഷം കിട്ടി.
പേര് മരുതൂർ ഗോപാലമേനോൻ രാമചന്ദ്രൻ. പിന്നീട് MGR എന്ന മൂന്നക്ഷരത്തിൽ സിനിമയും രാഷ്ട്രീയവും കീഴടക്കിയ പ്രതിഭാസം. കരുണാനിധി ആ കാലത്തെ സിനിമയിൽ എന്നതിനേക്കാൾ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അണ്ണയുടെ സ്വന്തം അനുജനെ പോലെ രാജകുമാരി എന്ന സിനിമയുടെ സെറ്റിൽ നിന്നും കരുണാനിധിക്ക് ഉയർക്കും ഉയരാൻ ഒരു തോഴനെ കിട്ടി. ആ തോഴനെ പലപ്പോഴും അണ്ണ എന്ന അണ്ണാദുരയെ കാണാൻ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു മലയാളി. പക്ഷേ MGR തങ്ങൾക്ക് വേണ്ട മുതലാണെന്ന് അണ്ണൻ അന്നേ മനസ്സിലായി. MGR രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് കരുണാനിധിക്ക് പക്ഷേ തോന്നിയിരുന്നതേയില്ല. MGR ആയിരുന്നു കരുണാനിധിയുടെ തുടർന്നുള്ള ചിത്രങ്ങളിലെ നായകൻ. കഥ എന്തായാലും രാഷ്ട്രീയം തന്നെ മുഖ്യം. രാജാവും പോലീസുകാരനും ദൈവവും ഭിക്ഷക്കാരനും കുഷ്ഠരോഗിയുമൊക്കെ സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞു. പക്ഷെ കരുണാനിധിയുടെ അരസിയൽ തലൈ സിറந்த പടയ്പ്, അതായത് പൊളിറ്റിക്കൽ മാസ്റ്റർ പീസ് ഈ സിനിമകളൊന്നുമായിരുന്നില്ല. അത് പരാശക്തി എന്ന ചിത്രമായിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിന് വലിയ പങ്കുവഹിച്ച സിനിമയാണ് 1952 പുറത്തിറങ്ങിയ പരാശക്തി. അതിലെ നായകൻ പക്ഷേ MGR ആയിരുന്നില്ല, അത് ശിവാജി ഗണേശനായിരുന്നു. അമ്പാൾ എന്ത് കാലത്തിനടാ പേസിനാൾ. പരാശക്തി എന്ന ചിത്രത്തിൽ ശിവാജി ഗണേശൻ അഭിനയിച്ച നായകൻ ഗുണശേഖരൻ എന്ന കഥാപാത്രം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയോട് കയർക്കുന്നതാണ് രംഗം. വിഗ്രഹമായിരിക്കുന്ന അമ്മ ദൈവം എന്നെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ക്ഷേത്രത്തിലെ പൂജാരി തന്റെ സഹോദരിയെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നായകന്റെ ക്ഷോഭം. വിഗ്രഹം വെറും കല്ലാണെന്നും തന്റെ സഹോദരിയെ പൂജാരി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതികരിക്കാത്ത വിഗ്രഹത്തിന് എന്തിനാണ് ആയുധങ്ങൾ നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം ആ ഡയലോഗിൽ ചോദിക്കുന്നുണ്ട്. ഇത് അന്ധമായ വിഗ്രഹാരാധനയ്ക്കും പുരോഹിത വർഗത്തിന്റെ കാപിട്ടത്തിനുമെതിരായുള്ള ശക്തമായ വിമർശനമായിരുന്നു. வாழ்க்கை பாதையிலே சர்வசாதாரணமாக தென்படக்கூடிய ஒரு ஜீவன் தான் நான். கோவிலிலே குழப்பம் விளைவித்தேன், பூசாரியை താക്കിനെ. ശിവാജി ഗണേശൻ കോടതിയിൽ നടത്തുന്ന ഏകഭാഷണം, അതായത് മൊണോലോഗ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഐതിഹാസികമായ ഒന്നാണ്. അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഓടിനാൾ ഓടിനാൾ വാഴ്ക്കയിൽ ഓരത്രക്കേ ഓടിനാൾ. അവൾ ഓടി, ഓടിക്കൊണ്ടേയിരിക്കുന്നു, ജീവിതത്തിന്റെ അറ്റം വരെ അവൾ ഓടി. ദാരിദ്ര്യവും സാമൂഹിക അനീതിയും കാരണം ഒരു സ്ത്രീ, അത് തന്റെ സഹോദരിയാണ്, അവൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ വിവരിക്കുന്നതാണ് ഈ സംഭാഷണം. നീ ദരിദ്രനാക്കപ്പെട്ടില്ലെങ്കിൽ ദരിദ്രരുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷണവും ഈ സംഭാഷണത്തിലുണ്ട്. ആദ്യം കോൺഗ്രസ് ആയിരുന്ന ശിവാജി ഗണേശൻ തമിഴക മുന്നേറ്റ മുന്നണി എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ വലിയ വിജയം നേടിയില്ല. കരുണാനിധിയും MGRും DMK രാഷ്ട്രീയത്തിലെ രണ്ടു താരങ്ങളായി. 1967 തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് നിർണായകമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയാണ് എതിർക്കേണ്ടത്. കാമരാജ്, രാജാജി, ഭക്തവത്സലം. കോൺഗ്രസിന് ഇങ്ങനെ രാഷ്ട്രീയ നിര അതിശക്തമായിട്ടുണ്ട്. ഇപ്പുറത്ത് 3 പേർ: അണ്ണാദുരൈ, M കരുണാനിധി, MGR. കൂത്താടിക്കൂട്ടത്ത് കരസിയല രാജാജി കളിയാക്കി. കൂത്താടിക്കൂട്ടം എന്ന് കളിയാക്കുന്നത് തെരുവ് കലാകാരന്മാരെയും സാധാരണ ജനങ്ങളെയുമാണ്. പക്ഷേ 1967 ജനുവരി 12 ചീറിയടുത്തൊരു വെടിയുണ്ട കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചു. ഒരു തർക്കത്തിനിടെ MR രാധ എന്ന നടൻ ഉതിർത്ത ഒരു വെടി, അത് MGRന്റെ ചെവിക്ക് പുറകിലൂടെ തുളഞ്ഞ് കയറി തൊണ്ടയിലെത്തി. ആശുപത്രിയിൽ ഡോക്ടർമാർ ഉടൻ ആ വെടിയുണ്ട നീക്കം ചെയ്യാനാവില്ല എന്ന് വിധി എഴുതി. അതോടെ കഴുത്തിൽ കെട്ടുമായി ആശുപത്രിയിലായി MGR. കരുണാനിധിയുടെ രാഷ്ട്രീയ ബുദ്ധി ഉണർന്നു. 1967 ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ്. അതായത് MGRന് വെടിയേറ്റതിന്റെ തൊട്ടടുത്ത മാസം. പറങ്കിമല സീറ്റ് MGRന് നൽകി. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ നോമിനേഷൻ പേപ്പർ ഒപ്പിട്ട് നൽകി. തീർന്നില്ല കരുണാനിധിയുടെ ബുദ്ധി. ആശുപത്രിയിൽ കഴുത്തിൽ വലിയ കെട്ടുമായി കിടക്കുന്ന MGRന്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ പോസ്റ്ററായി. പറങ്കിമലയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുടനീളം ആ പോസ്റ്ററുകൾ പതിപ്പിച്ചു. മറുപിറവിയാണ്ട തലൈവൻ, പുനർജന്മം നേടിയ നേതാവ്. അങ്ങനെ ഒരു പ്രചാരണം കൂടി നടത്താൻ നിരീശ്വരവാദിയായ കരുണാനിധി തന്നെ ഷാഡോ സംഘത്തെ നിയോഗിച്ചു. ഫലം വന്നപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഭരണം എന്നേക്കുമായി അവസാനിച്ചു. DMKക്ക് മാത്രം
137 സീറ്റ്. CPIM കൂടി ഉൾപ്പെട്ട സഖ്യത്തിനാകെ 179 സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷം. ദോ പാറ് കൂത്താടിക്കൂട്ടം വരാറ്, കൂത്താടി പടയപ്പാര്. തെരുവുകളിൽ രാജാജിയെയും ഭക്തവത്സലത്തെയും അവരുടെ കളിയാക്കൽ പ്രയോഗങ്ങൾ, ആ വാക്കുകൾ കൊണ്ട് തന്നെ സിനിമാക്കാർ തിരിച്ചടിച്ചു. സിനിമയിൽ നിർമ്മാതാക്കളായിരുന്ന RM വീരപ്പനും AVK സമ്പത്തുമൊക്കെ വിജയശില്പികളിൽ പ്രധാനികളായിരുന്നു. പക്ഷേ MGR കരുണാനിധി പിളർപ്പ് മറ്റൊരു താരോദയത്തിനുള്ള കാരണമായി. മധുര 1972 ഒക്ടോബർ 17. MGR തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. DMK പതാകയിൽ അണ്ണാദുരൈയുടെ ഒരു സ്കെച്ച് കൂടി ചേർത്ത പുതിയൊരു കൊടി. ചെന്നൈ മറീന ബീച്ച് 1972 ഒക്ടോബർ 28. MGR തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ കൂടിയ ജനസാഗരത്തോട് MGR കവിത പറഞ്ഞില്ല, സാഹിത്യം പറഞ്ഞില്ല, നിരീശ്വരവാദം പറഞ്ഞില്ല. പട്ടിണിയെക്കുറിച്ച് മാത്രമാണ് MGR പറഞ്ഞത്. വാഴ്ക്കയിൽ എല്ലാം താങ്ക മുടിയും, ஆனால் പശി താങ്ക മുടിയുമാ? ആ ചോദ്യത്തോട് ആർത്തലച്ചാണ് ജനക്കൂട്ടം മറുപടി പറഞ്ഞത്. താരമാണ്, വിണ്ണിൽ നിന്ന താരം. ആ താരം ഇതാ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് തങ്ങളോട് സംസാരിക്കുന്നു, തങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ MGR രസികർ മன்றങ്ങളെ, അതായത് ഫാൻസ് യൂണിയനുകളെ അപ്പാടെ ഇളക്കിയെടുത്ത് പാർട്ടിയിലേക്ക് എത്തിക്കേണ്ട എന്ന ഉപദേശമുണ്ടായി. MGR അതനുസരിച്ചു. പാർട്ടിയിലെ സീനിയർ നേതാക്കളുടെ ഒരു സംഘം അതിനായി തന്ത്രങ്ങൾ മെനഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആ നീക്കങ്ങളാണ്. രജനീകാന്ത് പരാജയപ്പെട്ടു പോയത് ആ നീക്കങ്ങളിലാണ്. ഇപ്പോൾ വിജയ് പൂർണ്ണമായും വിജയിച്ചോ എന്നുറപ്പില്ലാത്തതും ഈ ഭാഗം തന്നെ. ഫാൻസ്, അതായത് ആരാധകരെ പാർട്ടിയിലേക്ക് ഇളക്കി പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെ? RM വീരപ്പനായിരുന്നു ആ ദൗത്യ സംഘത്തിന്റെ തല. നഞ്ചിൽ K മനോഹരനും SD സോമസുന്ദരനും ഒപ്പമുണ്ട്. MGR തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരമേറ്റ ഉടൻ തന്നെ ആദ്യം വ്യാപകമാക്കിയത് സത്തുണവ് തിട്ടമായിരുന്നു. സ്കൂളുകളിലെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി. നേരത്തെ കാമരാജ് നടപ്പാക്കിയ പദ്ധതി പിന്നീട് ചെന്നൈയിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. ഈ പദ്ധതിക്കുള്ള നടത്തിപ്പ് ചുമതലയിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം MGR രസികർ മன்றങ്ങൾ കൂടി ചേരാൻ നിർദ്ദേശം നൽകി. പിന്നീട് MGR നടപ്പാക്കിയ പല സൗജന്യ പദ്ധതികളിലും ഈ ഫാൻസ് അസോസിയേഷനുകളെ പങ്കെടുപ്പിച്ചു. ഏതാണ്ട് 2 വർഷങ്ങൾ കൊണ്ട് ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും തങ്ങൾക്കും ലഭിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞു. തിയേറ്ററുകളിൽ ആരവമുണ്ടാക്കി മാത്രം നിന്നിരുന്ന ഫാൻസ് അസോസിയേഷനുകൾ മെല്ലെ മെല്ലെ അവർ അറിയാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായി മാറി. ഡിജിറ്റൽ കാലത്തെ മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് യുഗത്തിൽ ഈ രാജതന്ത്രം അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാകും. MGR കടന്നു വന്നതോടെയാണ് സിനിമ രാഷ്ട്രീയ ബന്ധത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടായത്. രണ്ടും ഇഴപിരിക്കാനാകാത്ത ഒരേ മനസ്സോടെ ഒഴുകുന്ന പുഴകളാണെന്ന് നിരീക്ഷകർ വിലയിരുത്തി. ആ വർത്തമാനത്തിന് ആക്കം കൂട്ടിയത് കുമാരി ജയലളിതയുടെ വരവോടെയാണ്. MGR ജയലളിത സിനിമയിൽ ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത താരജോഡികൾ. അതിൽ MGR രാഷ്ട്രീയത്തിലേക്കെത്തി. പക്ഷെ ഇതേ കനി അപ്പോഴും സിനിമാ ലോകത്ത് തന്നെ. ഒടുവിൽ ചരിത്രമാകുന്ന ആ വരവ് അതുപക്ഷെ പാർട്ടിയിലും MGRന്റെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാക്കിയ അപസ്വരങ്ങൾ രഹസ്യമായിരുന്നില്ല. എന്നിട്ടും MGR എന്ന തന്ത്രജ്ഞൻ ഉറപ്പിച്ചു, ജയലളിത പാർട്ടിയിലേക്ക് വന്നേ ആകൂ. ഈ കാലഘട്ടത്തിലാണ് MGRന്റെ സിനിമ അപ്രമാദിത്വം തകർക്കാൻ കരുണാനിധി തന്റെ മക്കളെ സിനിമയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചത്. പുതിയ ചിത്രത്തിൽ കരുണാനിധി തന്റെ മൂത്ത മകൻ മുത്തുവിനെ നായകനാക്കി. പക്ഷെ പടം 8 നിലയിൽ പൊട്ടി. 2 ചിത്രങ്ങളിൽ നായക വേഷത്തിൽ MK സ്റ്റാലിനെ തന്നെ ഇറക്കി. അതും പാളി. ചെറിയ പ്രായം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം താല്പര്യം കാണിച്ച സ്റ്റാലിൻ പിന്നെ സിനിമയുടെ വഴിയെ വന്നതേയില്ല. മുത്തുവും സ്ഥലം വിട്ടു. ADMK പാളയത്തിൽ ജയലളിത അപ്പോഴേക്കും ചുവടുകൾ ഉറപ്പിച്ചു തുടങ്ങി. താരപ്രഭ തന്നെ ആദ്യ ആയുധം. എതിർപ്പുകൾ വകവയ്ക്കാതെ അവഗണനകളെ തട്ടി നീക്കി മുന്നേറിയ ജയലളിത തുടങ്ങിയത് AIADMKയുടെ പ്രചാരണ വിഭാഗം അധ്യക്ഷ എന്ന നിലയിലായിരുന്നു. നോക്കൂ, 3 പേർ: എഴുത്താളർ, നായകൻ, നായിക. കരുണാനിധി, MGR, ജയലളിത.
1980-കളുടെ തുടക്കം മുതൽ ഈ മൂന്ന് പേരും തമിഴ് രാഷ്ട്രീയത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലായി അണിനിരന്നു. 1987 ഡിസംബർ 24 മുഖ്യമന്ത്രിയായിരുന്ന MGR അന്തരിച്ചു. MGRന്റെ മരണശേഷം കാര്യങ്ങൾ ലളിതമായിരുന്നില്ല. പഴയകാല നടിയും MGRന്റെ ഭാര്യയുമായ ജാനകി പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ജയലളിത പുറത്തായി എന്ന് രാഷ്ട്രീയ ലോകം വിധിയെഴുതി. MGRന്റെ വിലാപയാത്രയ്ക്കിടെ വാഹനത്തിൽ നിന്ന് ജയലളിതയെ പിടിച്ചു തള്ളിയത് വലിയ വാർത്തയായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സഹതാപമാണ് നേടിക്കൊടുത്തത്. താനാണ് MGRന്റെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമിയെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. ജയലളിതയുടെ ചുവടുകൾ ഉറച്ചതായിരുന്നു. ക്ഷമയോടെ കാത്തിരുന്ന ജയ മന്ത്രിസഭ 1991 അധികാരത്തിലെത്തി. ഓരോ വീഴ്ചയിലും വൻ തിരിച്ചുവരവുകൾ ഉറപ്പാക്കിയ ജയയ്ക്ക് തിരിച്ചുവരവുകളുടെ രാജ്ഞി, ദ ക്യൂൻ ഓഫ് കംബാക്സ് എന്നൊരു വെളിപ്പേര് കൂടി രാഷ്ട്രീയ ലോകം നൽകി. കരുണാനിധിയും ജയലളിതയും നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ച 90-കളുടെ ആദ്യ പകുതിയിൽ അനാവശ്യമായ ഒരു ശത്രുത ജയലളിത ക്ഷണിച്ചു വരുത്തി. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിന് അവിടെ മുതൽ ഒരു തുടർച്ചയുണ്ടാകുമെന്ന് നിരീക്ഷകർ വിധിയെഴുതിയ ഒരു ശത്രുത. സണ്ടിറാണിയെ എനക്ക് കപ്പം കട്ടു നീ, ജന്മജന്മമായി എനക്ക് കട്ടുപെട്ടു നീ, இந்த ஊரு ராணி என்று உன்னை நினைத்தால் തട്ടിക്കേൾക്ക ആളില്ലാമൽ തിത്തിക്കുതിത്തായി. 1992 പുറത്തിറങ്ങിയ മന്നൻ എന്ന സിനിമയിലെ നായികയെ നോക്കി രജനീകാന്ത് എന്ന നായകൻ പാടി, എൻ സ്വതന്ത്രത്തെ ഇൻറാലും ആരും പറിത്തതില്ലേ, എൻ ചരിത്രത്തിൽ ഇന്നാളും പെൺമകൾ ജയിത്തതില്ലേ. എന്റെ സ്വാതന്ത്ര്യത്തെ ഇത്രയും കാലവും ആരും അപഹരിച്ചിട്ടില്ല. എന്റെ ചരിത്രത്തിൽ ഇത്ര കാലവും ഒരു സ്ത്രീയും എന്നെ ജയിച്ചിട്ടുമില്ല. കഥയും കഥാപാത്രങ്ങളും ഒക്കെ ജനത്തിന് വ്യക്തമായി. അധികാരവും പണവും കൊണ്ട് അഹങ്കാരിയായ നായിക ജയലളിത തന്നെയെന്ന് ജനം വിധിയെഴുതി. ഒരിക്കൽ മുഖ്യമന്ത്രി ജയലളിതയുടെ വാഹനം കടന്നു പോകുന്നതിനായി പോയസ് ഗാർഡനിലേക്കുള്ള വഴിയിൽ രജനീകാന്തിന്റെ കാറ് പോലീസ് തടഞ്ഞു. ആ സംഭവം ഇരുവർക്കുമിടയിൽ നിലനിന്നിരുന്ന ശത്രുത കടുക്കാനിടയാക്കി. അന്ന് സൂപ്പർ താരമാണ് രജനീകാന്ത്. താരപ്രഭയും മുതലമൈച്ചർ എന്ന അധികാരവും ഒത്തുചേർന്ന ജയലളിത. ഇരുവരും നേർക്കുനേർ പോരായി. മന്ത്രിസഭയെ മറിച്ചിടാൻ തന്നെ രജനീകാന്ത് തീരുമാനിച്ചു. കരുണാനിധിയുമായി നിരന്തരം ബന്ധപ്പെട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്ന GK മൂപ്പനാരെ ജയലളിത ക്യാമ്പിൽ നിന്നും ഇപ്പുറം എത്തിക്കാൻ രജനി ശ്രമം ആരംഭിച്ചു. രജനീകാന്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന പ്രതീതി ഉണ്ടായി. മന്നൻ എന്ന രജനീകാന്ത് ചിത്രത്തിൽ നായിക വില്ലത്തിയായതും ഈ പകയുടെ ഭാഗം തന്നെ. മൂപ്പനാർ കോൺഗ്രസിനെ പിളർത്തിയതും തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കിയതും രജനിയുടെ ചരടുവലിയുടെ ഫലം. 1996 തെരഞ്ഞെടുപ്പിൽ ജയലളിതയുടെ മുന്നണിയെ വെറും 4 സീറ്റിൽ തളച്ചിട്ട് കരുണാനിധി മുഖ്യമന്ത്രിയായി. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല. മൂപ്പനാർ രജനിയെ നിർബന്ധിച്ചിട്ടും രജനി വഴങ്ങിയില്ല. രജനീകാന്ത് സിനിമകളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒറ്റത്തവണ പ്രതികാരത്തിൽ അത് കഴിഞ്ഞു. ജയയും രജനിയും പിന്നെ നേർക്കുനേർ കൊമ്പ് കോർത്തുമില്ല. ഇതേ കാലയളവിൽ രജനീകാന്തിന്റെ തിരക്കുകൾ, സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കിയ പരിമിതി. ആ വിടവിലൂടെ നായകനായ വിജയകാന്ത് ഉദിച്ചുയരുന്നത് ആദ്യം ആരും അത്ര ശ്രദ്ധിച്ചില്ല. പണവും പ്രശസ്തിയും കൈമുതലാക്കി വിജയകാന്തും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ക്യാപ്റ്റൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ലഭിച്ച ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് തമിഴ്നാട്ടിൽ തരംഗമായി. 2005 സെപ്റ്റംബർ 14 മധുരയിൽ തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയകാന്ത് സജീവ രാഷ്ട്രീയത്തിലെത്തി. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം. മുന്നണികളില്ലാതെ 234 സീറ്റിലും മത്സരിച്ച പാർട്ടിക്ക് 25 സീറ്റുകളിൽ വിജയിക്കാനായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയകാന്തിന്റെ DMDK 29 സീറ്റുകൾ നേടി. ഭരണകക്ഷിയായ AIADMK കഴിഞ്ഞാൽ സഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായി DMDK മാറി. DMKയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയതോടെ വിജയകാന്ത് തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. കറുപ്പ് MGR എന്നൊരു വെളിപ്പേര്
വിജയകാന്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടായിരുന്നു. സകലകലാവല്ലഭൻ, കാതൽ മന്നൻ. കമലഹാസന്റെ രാഷ്ട്രീയ പ്രവേശം ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒന്നായിരുന്നു. മക്കൾ നീതി മയ്യം 2018 ഫെബ്രുവരി 21 പ്രഖ്യാപിച്ചത്. മധുരയിൽ നടന്ന വൻ ജനസഞ്ചയത്തിന് മുന്നിലായിരുന്നു ആ പ്രഖ്യാപനം. വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ ചേരാതെയുള്ള നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കമലിന്റെ പാർട്ടിക്ക് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 3.7% വോട്ട് ലഭിച്ചു. നഗരപ്രദേശങ്ങളിൽ മികച്ച സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചു. എന്നാൽ കമലഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ്. കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ച കമൽ BJPയിലെ വാനതി ശ്രീനിവാസനോട് വളരെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പാർട്ടിക്കും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതോടെ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മുന്നണിയിൽ പാർട്ടിയെ എത്തിക്കാതെ രക്ഷയില്ലെന്ന് കമൽ വിലയിരുത്തി. 2024 DMK നയിക്കുന്ന മുന്നണിയിൽ മക്കൾ നീതി മയ്യം അംഗമായി. DMK പിന്തുണയിൽ രാജ്യസഭയിലേക്കും കമലെത്തി. DMK കുടുംബ രാഷ്ട്രീയത്തെ എതിർത്ത കമലഹാസൻ ഒടുവിൽ ആ മുന്നണിയിൽ തന്നെ എത്തിയത് സിനിമാ രാഷ്ട്രീയ കളരിയിലെ പരാജയ കാഴ്ചയായി. മൻസൂർ അലി ഖാൻ, ഖുഷ്ബു, നെപ്പോളിയൻ, കരുണാസ്, ശരത് കുമാർ, രാധിക തുടങ്ങി ഒരു പിടി സിനിമാക്കാർ പിന്നെയും രാഷ്ട്രീയത്തിലേക്ക് ടിക്കറ്റ് എടുത്തു. പലരും ഏതെങ്കിലും മുന്നണിയിലെ ഘടകകക്ഷികളായി ഒതുങ്ങി. പക്ഷെ സീമാൻ എന്ന ചലച്ചിത്ര പ്രവർത്തകനാണ് എപ്പോഴും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നത്. സനാതനധർമ്മം ഡെങ്കിപ്പനിക്കും മലേറിയയ്ക്കും സമാനമാണെന്നും അതില്ലാതാക്കണമെന്നും പ്രസംഗിച്ച ഉദയനിധി 2023 സെപ്റ്റംബറിൽ രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചു. എതിർപ്പല്ലേ, ഒഴുപ്പ് താൻ വേണം. സനാതനധർമ്മത്തെ കേവലം എതിർക്കുകയല്ല, മറിച്ച് അതിനെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പ്രസംഗം. അച്ഛൻ MK സ്റ്റാലിന്റെ തണലിൽ നിൽക്കുന്ന ചിന്ന പയ്യൻ എന്ന ഇമേജ് ഒറ്റ പകൽ കൊണ്ട് മാറി. ഒരു നടൻ എന്ന നിലയിൽ നിന്നും മാറി പക്വതയുള്ള രാഷ്ട്രീയക്കാരനിലേക്ക് ഉദയനിധി ഉയരുകയായിരുന്നു. നടൻ, നിർമ്മാതാവ്, തമിഴ് സിനിമയിൽ വർഷങ്ങളോളം സജീവമായിരുന്ന ഉദയനിധിക്ക് അപ്രതീക്ഷിതമായാണ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടുന്നത്. ചെപ്പൊക്കിൽ നിന്ന് മിന്നും വിജയം. തുടക്കത്തിൽ മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിലും വൈകാതെ മന്ത്രിസഭയിലേക്കും ഉപമുഖ്യമന്ത്രി പദത്തിലേക്കും ഉദയനിധി അപ്രതീക്ഷിത എൻട്രി നടത്തി. കലൈഞ്ചർ കരുണാനിധിയുടെ പിന്മുറക്കാരനെന്നും കുടുംബാധിപത്യമെന്നും പറഞ്ഞ് പലരും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴകത്ത് ഓടി നടന്ന DMKയ്ക്കും ഇന്ത്യ മുന്നണിക്കും വേണ്ടി ഉദയനിധി പട നയിച്ചു. ഐ ആം വെയിറ്റിംഗ്. തിയേറ്ററുകളിൽ ആവേശം നിറച്ച വിജയ് എന്ന താരപ്രതിഭാസം ഇതാ മണ്ണിലേക്ക് ഇറങ്ങി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു. MGRനും രജനീകാന്തിനും ശേഷം ഇത്രയും ആരാധക സമ്പത്തുള്ളൊരു നടൻ തമിഴ് ചരിത്രത്തിൽ വേറെയില്ല. തന്റെ 50-ാം വയസ്സിൽ സിനിമകൾക്ക് താൽക്കാലിക വിരാമമിട്ട് ദളപതി വിജയ് എത്തുമ്പോൾ കാത്തിരിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യത്തിൽ ജനവിശ്വാസം നേടിയ 2 മുന്നണികളാണ്. കരുണാനിധിയുടെ അദൃശ്യ ആശീർവാദത്തിൽ സ്റ്റാലിനും ഉദയനിധിയും ഒരു വശത്ത്, MGRും ജയലളിതയും കൊളുത്തിയ അണ്ണാ ദ്രാവിഡ മുന്നണി മറുവശത്ത്. തന്റെ 69ാമത് സിനിമയായ ജനനായകന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം വിജയ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. അതിനു മുൻപായി തമിഴക വെട്രിക്ക് കഴകം എന്ന പാർട്ടി രൂപീകരിച്ചു. പാർട്ടിക്ക് കൃത്യമായ ചട്ടക്കൂടും പതാകയും ഒരുക്കി. പാർട്ടി പതാക പുറത്തിറക്കുന്ന ചടങ്ങിന് മുന്നേ തന്നെ തമിഴക വെട്രിക്കഴകത്തിന്റെ വോട്ട് ബാങ്കിനെ കുറിച്ച് വിജയ് കൃത്യമായ സന്ദേശം നൽകിയിരുന്നു. വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് വേദിയിൽ കയറാതെ സദസ്സിൽ ഇരുന്നിരുന്ന ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം അദ്ദേഹം ഇരുന്നതും പാർട്ടി പതാകയിൽ ദ്രാവിഡ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന കറുപ്പ് നിറം ഒഴിവാക്കിയതും പതാകയിലെ ആനച്ചിഹ്നത്തിലൂടെ തീവ്ര തമിഴ് വികാരത്തെ ലക്ഷ്യം വെച്ചതിലൂടെയും ഒരു കാര്യം വ്യക്തം: തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ ദളിത് തീവ്ര തമിഴ് വോട്ടുകളാണ് വിജയ് നോട്ടമിടുന്നത്. പുരട്ചി എന്നാൽ വിപ്ലവം എന്നാണ് അർത്ഥം. പുരട്ചി തലൈവർ എന്ന് MGRനെയും പുരട്ചി തലൈവി എന്ന് ജയലളിതയെയും ആവേശത്തോടെ തമിഴകം വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ 2026 48-കാരനായ ഉദയനിധിയും
52കാരനായ ദളപതി വിജയും നേർക്കുനേർ അണിനിരക്കുകയാണ്. തമിഴക രാഷ്ട്രീയത്തിന്റെ DNA-യിലുള്ള സിനിമാ ബന്ധം ഒരിക്കൽ കൂടി ആവർത്തിക്കുമോ? അപ്പോ ഇനിയൊരു ബ്രഹ്മാണ്ഡ തമിഴ് ഗലാട്ടയ്ക്ക് ഇവിടെ തുടക്കമാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു ഉരകല്ലാണ്. സിനിമയുടെ ഗ്ലാമർ മാത്രമാണോ അതോ രാഷ്ട്രീയവും സിനിമയും സംയോജിപ്പിക്കുന്ന തന്ത്രമാണോ വിജയിക്കുക എന്നറിയാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ്. തെരഞ്ഞെടുപ്പ് മുടിവുകൾ അറിയും വരെ കത്തിരിക്കാം, പറക്കലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.